നമ്മളിപ്പോ വന്നിട്ടുള്ളത് ഒരു പള്ളിയിലോട്ടാട്ടോ. ഇവിടെ എൻട്രി ചെയ്യാൻ വേണ്ടിട്ട് ഇതുപോലത്തെ ഒരു കോട്ട് ഇടണം. ഹായ് ഹലോ, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മലേഷ്യയുടെ ഭരണ കേന്ദ്രമായ പുത്രജയിലോട്ടാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുള്ള സമയം ഉച്ച ആ ഒരു സമയം കേട്ടോ. ഒട്ടുക്കത്ത വെയിലാണ്. എവിടെ പോകണമെന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഏട്ടൻ പറഞ്ഞത് നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോയാലോ എന്ന്. അപ്പം നേരെ വെച്ച് പിടിക്കുകയാണ് നമ്മൾ. അത് മാത്രമല്ല, കോലാലംപൂരിൽ നിന്ന് പുത്രജയിലോട്ടുള്ള ദൂരം 34 കിലോമീറ്റർ ആണ്. ട്രാഫിക് അനുസരിച്ച് ഏകദേശം 40 മുതൽ 45 മിനിറ്റ് വരെയൊക്കെ സമയം എടുക്കും കേട്ടോ. കോലാലംപൂരിൻ്റെ അത്രയും തിക്കും തിരക്കും കാര്യങ്ങളും ഇവിടെ ഒന്നുമില്ല. പീസ്ഫുള്ളാട്ടോ. ഈ ബിൽഡിംഗ് തന്നെ നോക്കുക, എന്തൊരു രസമായിട്ട്. ഈ നാട്ടുപുറത്തുനിന്ന് വന്ന എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര കൗതുകമാണ് കേട്ടോ, മച്ച മലയാളത്തിൽ പറയാം. പിന്നെ ഒരു സംഭവം എനിക്ക് സർപ്രൈസ് ആയിട്ടുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം എന്താണെന്നത്. ഇതാ നോക്ക്, നമ്മൾ ഫ്ലാഗ് കണ്ടിട്ട് എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി. ഇന്ത്യൻ ഫ്ലാഗ് കണ്ടിട്ട് വേറെ രാജ്യത്ത് നിൽക്കുമ്പോൾ നമ്മൾ ഇന്ത്യൻ ഫ്ലാഗ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. നമ്മൾ മുന്നോട്ട് പോകുന്നതോറും ഇതുപോലത്തെ റോഡ് സൈഡിന് ഒരു ബിഗ് സ്ക്രീൻ കാണാം. ഇതിൽ കുറേ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇന്ത്യൻ്റെ ഫ്ലാഗ് ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. മുന്നോട്ട് പോകുന്നതോറും ഇവിടുത്തെ ഭംഗി ഇങ്ങനെ കൂടി വരിക കേട്ടോ. പിന്നെയും താഴെ കിടക്കണു ഇന്ത്യൻ ഫ്ലാഗ് കണ്ടോ, നല്ല രസമില്ലേ. ഇതാണ് പുത്രജയിലെ പിങ്ക് മോസ്ക്. നമ്മൾ ഈ നേരെ കാണുന്നത് മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് കാണുന്നത്. ഈ ഒരു ബിൽഡിങ്ങിന്റെ പേര് പെർദാന പുത്ര എന്നാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത്. ലാസ്റ്റ് എങ്ങനെയൊക്കെയോ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മളിങ്ങനെ അവിടെ ചുറ്റിക്കാണാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ദച്ചു ആണെങ്കിൽ കുരുത്തക്കേടിന്റെ എക്സ്ട്രീം ആയിട്ട് ഇങ്ങനെ നടക്കുവാണ്, ഓടിച്ചാടി നടക്കുവാണ് കേട്ടോ. അവള് നല്ല വെയിലാണ് ഉണ്ടായിട്ടുള്ളത്, സൈഡായി പോയി. ഒട്ടുക്കത്ത വെയിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ വെയിൽ. ഇപ്പൊ നമ്മൾ പോണത് എങ്ങോട്ടാന്ന് വെച്ചാൽ പുത്രജയിലെ ഈ ഒരു ലേക്കിലോട്ടാട്ടോ. അവിടെ ബോട്ട് സർവീസ് കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ ബോട്ടിൽ കയറിയിട്ടില്ല ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഈ മസ്ജിദിലോട്ട് കയറാൻ വേണ്ടി പോവുക കേട്ടോ. മെയിൻ എൻട്രൻസ് പറയുന്നത് ഇതാണ്. ഇതിലൂടെ തന്നെ കയറാൻ നോക്കി. അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞ് ഇതിലൂടെയല്ല, നേരെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്, അതിലൂടെ പോകണമെന്ന്. അതുകൊണ്ട് അവർ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്തു. അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഈ ഒരു വഴിയാണ് നമ്മൾ കാണുന്നത്. അപ്പം അതിലൂടെ നമ്മൾ നടന്നു പോവുകയാണ് കേട്ടോ. അവിടെ കുറേ ക്യൂ ഒക്കെ, നല്ല തിരക്കുണ്ടെങ്കിൽ ക്യൂ ഒക്കെ നിൽക്കണം തോന്നുന്നു കേട്ടോ. പെട്ടെന്ന് മെയിൻ എൻട്രൻസിലൂടെ കയറണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതെന്താ കയറാൻ പറ്റാത്തത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് അവർ എന്നോട് കയറണ്ടെന്ന് പറഞ്ഞത് എന്ന്. ഈ മുന്നിൽ കാണുന്ന കൗണ്ടറിൽ നിന്ന് നമ്മളൊരു സാധനം മേടിക്കണം. എന്താ സാധനം എന്ന് വെച്ചാൽ ഒരു ഗൗണ്. ഇതിട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉള്ളിലേക്ക് എൻട്രൻസ് ഉള്ളൂ കേട്ടോ. ഇതിട്ടിട്ട് വേണം നമ്മൾ കയറാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ ഈ ഇതുപോലത്തെ ഷോർട്ട്സ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നാൽ അവർ കയറ്റൂല. അതുകൊണ്ടാണ് ഈ ഒരു കോട്ട് ഇതിൻ്റെ മേലെ ഇടണമെന്ന് അവർ പറയുന്നത്. ഇവിടെ വരുന്ന സ്ത്രീകൾ ശരീരഭാഗം ഫുള്ളായിട്ട് കവർ ചെയ്യണം, അതിനാണ് ഈ ഗൗണ് തരുന്നത് കേട്ടോ. അങ്ങനെ അതെല്ലാം ഇട്ട് ദച്ചു തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ തള എന്താണ് ചെയ്യുന്നത് എന്നായിരിക്കും. ഇതിൻ്റെ കൂടെ ഒരു ക്യാപ്പ് കണ്ടോ നിങ്ങൾ, അതും ഉള്ളിൽ നിന്ന് നമ്മൾ തലയിലേക്ക് ഇടണം കേട്ടോ. പുറത്തുനിന്ന് അഴിക്കാം, ഉള്ളിലേക്ക് കയറുമ്പം ഇത് ഇട്ടിട്ട് തന്നെ ഉള്ളിലേക്ക് കയറേണ്ടതാണ് കേട്ടോ. ചെരുപ്പൊക്കെ സൈഡിനെ അഴിച്ചു വെച്ചിട്ടാട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഒരു പള്ളിക്കകത്ത് കയറുന്നത്, അതിൻ്റേതായിട്ട് എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എല്ലാവരും ഈ ഗൗണ് ഇട്ടിട്ട് തന്നെയാണെന്നുള്ളത്. ഫുൾ കവേർഡായ ഡ്രസ്സ് പിന്നെ ഇട്ട് വരുന്നവർക്ക് കുഴപ്പമില്ല, ഗൗൺ ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കണ്ടോ, നല്ല രസമുണ്ടായിരുന്നു. എന്താ പറയുക, നല്ലൊരു പോസിറ്റീവ് ഒരു ഫീൽ കേട്ടോ. നമ്മളെ കുട്ടി മോഡൽ പണി തുടങ്ങിയിരിക്കുന്നു. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു. ഈ മസ്ജിദിൻ്റെ കളറ് പിങ്കാണ്. അതാണ് എല്ലാവരും പിങ്ക് മസ്ജിദ് എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഒരു പിങ്ക് മസ്ജിദ് കാണുന്നത് ടൂറിസ്റ്റുകൾക്ക് മാത്രമുള്ള എൻട്രി കേട്ടോ. നമ്മളെ ക്യാപ്പൊക്കെ എങ്ങനെയാണ് ഇടേണ്ടതെന്ന് കൃത്യമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് കേട്ടോ ശരിക്കും ഞെട്ടിയത്. അത്രയും നല്ല രസമുണ്ടായിരുന്നു, അടിപൊളി, നല്ലൊരു വൈബ്. ഇവിടെ പുത്രജയ സിറ്റിയുടെ മാപ്പുകളും മസ്ജിദിനെ കുറിച്ചുള്ള ചരിത്രപരമായ കാര്യങ്ങളെല്ലാം വിവരിക്കുന്ന ഒരു മാപ്പ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സൈഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ കാണുന്നത് പുത്രജയ ലൈക്കാണ്. അപ്പോൾ അവിടെയും കൂടെ നോക്കി ദച്ചുനെ എടുത്ത് പൊന്തിച്ച് ഞാൻ. നല്ല രസമുണ്ടായിരുന്നേ ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട്. ഈ മസ്ജിദിൻ്റെ ഭിത്തികൾക്ക് മറ്റുമില്ലേ ഈ റോസ് നിറത്തിലുള്ള ഗ്രാനൈറ്റ് കല്ലുകളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നല്ല രസമുണ്ട് അത്, ആ ഒരു ഷൈനിങ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. അവിടെ നിന്നൊക്കെ നമ്മൾ ചുറ്റിക്കണ്ട് നേരെ പുറത്തിറങ്ങി കേട്ടോ. പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് 2 പോലീസുകാരൊക്കെ ഇങ്ങനെ ചുറ്റേ വരുന്നത് കണ്ടത്. അവിടെ നിന്ന് നേരെ പോയത് നമ്മൾ പെർദാന പുത്ര കാണാനാണ്. മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസാണിത്. ഇതിൻ്റെ ഉള്ളിൽ കുറേ ഓഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പുത്രജയുടെ മറ്റൊരു ഹൈലൈറ്റ് ആണ് ഈ ഒരു ബിൽഡിങ് കേട്ടോ. അത് മാത്രമല്ല, സാധാരണക്കാർക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും പ്രവേശനം ഇല്ല, ഭയങ്കര സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. പുറത്തെ കാഴ്ചകളൊക്കെ നമുക്ക് ഇങ്ങനെ കാണാം, ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യാം. സോ ഉള്ളിലേക്ക് അങ്ങനെ നമുക്ക് പോയിക്കൂടാം.
ദാഹിച്ചിട്ട് ഒരു ജ്യൂസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കുറിച്ച് നേരെ വീട്ടിലോട്ട് പോകാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാട്ടെ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.